വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ കൂടി അല്ലാതെ ദൈവം സംസാരിക്കുകയില്ലായിരുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരിൽ കൂടി മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ. ദൈവം ആരോടും ഡയറക്റ്റ് സംസാരിക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ മക്കളായി തീർന്ന ഓരോ വ്യക്തിയോടും സംസാരിക്കും. ഡേ ടു ഡേ ബേസിൽ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ദൈവശബ്ദം കേട്ട് ദൈവികമായ ഒരു ഗൈഡൻസിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും പ്രവാചകന്റെ പുറകെ പോവുകയോ പ്രവാചകനെ വിളിക്കുകയോ ദൂത് കേൾക്കുകയോ ചെയ്യത്തില്ല. അതിന്റെ ആവശ്യമില്ല. പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട വചനത്തിനും പരിശുദ്ധാത്മാവിനുമാണ് ഏറ്റവും പ്രധാന സ്ഥാനം. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയല്ല. എഴുതപ്പെട്ട വചനത്തിനും പരിശുദ്ധാത്മാവിനിൽ എഴുതപ്പെട്ട വചനമാണിതെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ വചനപ്രകാരം വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പ്രവാചകന്റെ അടുത്ത് പോകില്ല. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രവചന ശുശ്രൂഷയുടെ വ്യത്യാസം ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷ വളരെ വിശദമായി പല പുസ്തകങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിലായി വളരെ വിശദമായി പ്രവാചക ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പേരിൽ തന്നെ പുസ്തകങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികളിൽ എത്ര പ്രവാചകന്മാരുടെ ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പഴയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രവാചകന്മാരുടെ ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്? നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങൾ പ്രതികരിക്കണം. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രതികരിക്കാം. ഞാൻ ഈ ചോദ്യം അന്നവിടെ ചോദിച്ചില്ല എന്നാണ് എന്റെ വിശ്വാസം. ചോദിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രതികരിക്കണം. പഴയ നിയമത്തിലെ പോലെ പഴയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികളിൽ എത്ര പ്രവാചകന്മാരുടെ, പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പക്ഷെ ഞാൻ ഈ ചോദ്യം അന്ന് ചോദിച്ചിരുന്നോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഇല്ല. ഓക്കെ, അപ്പം പറഞ്ഞാട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികളിൽ എത്ര പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ? ഒന്ന് ചിന്തിച്ചാട്ടെ. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രവചന ശുശ്രൂഷയുടെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാട്ടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വിരളിൽ എണ്ണാകുന്ന പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ മാത്രമേ പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അഗബോസിന്റെ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ 2 ഇടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിലുണ്ട്, ക്ഷാമം വരുമെന്ന് അഗബോസ് പ്രവചിച്ചു, ക്ഷാമം വന്നു. പിന്നൊന്ന് 21-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ പൗലോസിന്റെ അരക്കച്ച എടുത്ത് അഗബോസ് തന്റെ കയ്യിലും കാലിലും കെട്ടിയിട്ട് പറഞ്ഞു. അതിന്റെ 21-11 അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യെരുശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും പൗലോസിനോട് അപേക്ഷിച്ചു. അതിന് പൗലോസിന്റെ മറുപടി, നിങ്ങൾ കരഞ്ഞ എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിന്റെ തീഷ്ണത കാരണം ഈ ദൂത് പൗലോസ് ചെവിക്കൊണ്ടില്ല. പൗലോസ് യെരുശലേമിൽ പോയി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതേ ദൂത് തന്നെ ഇതിപ്പോൾ അഗബോസ് അറിയപ്പെടുന്ന പ്രവാചകനാണ്. അഗബോസാണ് പൗലോസിനോട് പറയുന്നത്. ഇതേ ദൂത് തന്നെ മറ്റു ചിലർ പറഞ്ഞതായി ഈ 21-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ പറയുന്നു. 21-ന്റെ 3-4 കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സിറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി. 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അഗബോസ് എന്ന പ്രവാചകൻ പറഞ്ഞ അതേ ദൂത് അതിനു മുമ്പ് ചിലർ പറഞ്ഞതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് ഈ ദൂത് പൗലോസിനോട് പറഞ്ഞത്? ശിഷ്യന്മാരെന്നാണ്. പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ പൗലോസിനോട്
യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അതേ ദൂതാണ് അഗബോസിൽ കൂടി ദൈവം വീണ്ടും പൗലോസിന് കൊടുക്കുന്നത്. അപ്പം സാധാരണ വിശ്വാസികൾക്ക് ആത്മാവിനാൽ വെളിപ്പെട്ടൊരു കാര്യം അവർ പൗലോസിനോട് പറഞ്ഞു. ശ്രദ്ധിക്കണം, പൗലോസിനോടാണ് ഈ ദൂത് പറയുന്നത്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിനോട് ദൂത് പറയത്തക്കവണ്ണം സോരിലെ സാധാരണ ശിഷ്യന്മാർക്ക് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ദൂത് പറയുമോ? നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ദൂത് പറയും? ഒന്ന് പരിശോധിക്കാമോ? നമ്മൾ ഇതുവരെ ആരുടെയും ദൂത് പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രവാചകന്മാരെ ആശ്രയിക്കാതാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കും. നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണം. ചിലപ്പം പാസ്റ്ററിനോടുള്ള ഒരു ദൂതായിരിക്കും ദൈവം വെളിപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണിത്. സോറിലെ സാധാരണ ശിഷ്യന്മാർ ആത്മാവിൽ പൗലോസിനോട് പറഞ്ഞു യെരുശലേമിൽ പോകരുത്. അഗബോസ് കുറച്ചുകൂടെ വിശദമായി പറയുന്നതേ ഉള്ളൂ. ദൂത് സെയിം തന്നെ. അപ്പൊ നമ്മള് വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനാണ്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെ നമ്മുടെ അകത്ത് വസിക്കുന്നത്. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ പഠിക്കുമ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വചനം വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ വചനത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി. ഞാനന്ന് ചോദിച്ചല്ലോ, എത്ര പേർ ക്രിസ്തുവിൽ ജീവിക്കുന്നുണ്ടെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്ന്? ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞ വചനത്തിൽ, ക്രിസ്തുവാകുന്ന വചനത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആത്മാവിന്റെ നിയന്ത്രണം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യ ശബ്ദവും കേൾക്കേണ്ട ആവശ്യമില്ല. ദൈവം അവനോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വളരുന്ന വിശ്വാസിയായിട്ട് ഓരോ വിശ്വാസിയും മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു സഭയിൽ അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് കൂടേണ്ടത്. ദൈവം സംസാരിക്കുന്നവരുടെ എണ്ണം ഒരു സഭയിൽ തീർച്ചയായിട്ടും പകുതിയിലധികമെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പ്രവാചകൻ വരേണ്ട കാര്യമില്ല. അവിടെ ഉള്ളവർ തന്നെ പ്രവാചകന്മാരാ. അവിടെ ഉള്ളവർ തന്നെ, അവരിൽ കൂടി ദൈവം സംസാരിക്കും. അപ്പൊ നമ്മൾ അതിനൊന്നും മുതിരാത്തത് കൊണ്ട്, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കും എന്നൊരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവർ നമ്മളെ ശരിക്കും മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിന് നിന്നു കൊടുക്കുക. ഇപ്പൊ ഇവിടെ വായിച്ച കണ്ടില്ലേ, സോരിലെ സാധാരണ വിശ്വാസികളാണ് പൗലോസിനോട് ഈ ദൂത് പറയുന്നത്. അപ്പം പഴയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൽ വിരളിൽ എണ്ണാകുന്ന പ്രവാചകന്മാരുടെ ശുശ്രൂഷ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിച്ച് ഉറപ്പിച്ചു. യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് വന്ന ടീമിൽ, അതായത് യെരുശലേം കൗൺസിലിന്റെ തീരുമാനം അന്ത്യോക്യയിലുള്ള വിശ്വാസികളെ അറിയിക്കുന്നതിന് വേണ്ടി അവരെ വാമൊഴിയായും എഴുത്തും കൊടുത്തു വിട്ടു. ആ കൂട്ടത്തിൽ ഈ യൂദായും ശീലാസും അവർ പ്രവാചകന്മാരായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്ന് അവർ ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേട്ടത്. യൂദായും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്നതാണ്, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ. 1 കൊരിന്ത്യർ 14:3 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 14:3 എന്തിനു വേണ്ടിയാണ് പുതിയ നിയമ പ്രവചന ശുശ്രൂഷ എന്ന്? 1 കൊരിന്ത്യർ 14:3 പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവാചകന്റെ ശുശ്രൂഷ ആത്മീയ വർധന, എഡിഫിക്കേഷൻ, പിന്നെ പ്രബോധനം, എക്സോർട്ടേഷൻ, ആശ്വാസം, കംഫർട്ട്. ഇപ്പം കംഫർട്ട് എന്നുള്ള വാക്ക്, ആശ്വാസം എന്നുള്ള വാക്ക് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ഒരാൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിൽ അയാളെ ആശ്വസിപ്പിക്കേണ്ടത്, പലരും വിചാരിക്കുന്നത് ഒരു ഡേറ്റ് പറഞ്ഞ് 3-ാം മാസം 7-ാം തീയതി അല്ലെങ്കിൽ 7-ാം മാസം വരെ നിനക്ക് ഈ പ്രയാസം കാണും, അതിനുശേഷം ദൈവം വിടുവിക്കും. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുകയാണ്. അതല്ല യഥാർത്ഥത്തിൽ ആശ്വാസം. ഏത് രീതിയിലാണ് ആ സാമ്പത്തിക പ്രതിസന്ധി വന്നതെന്ന് അവനെ കണ്ടെത്താൻ ഈ പ്രവാചകൻ സഹായിക്കണം. ഏത് രീതിയിലാണ്? കയ്യിലിരിപ്പുകൊണ്ടാണോ, പിശാച് കയറി അടിച്ചതാണോ, പരകാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണോ, അതോ ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയാണോ എന്ന് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കാൻ ആ വ്യക്തിയെ പ്രവാചകൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ സഹായിക്കണം.
അവനത് സ്വയം പരിശോധിച്ച് മനസ്സിലാകുമ്പോൾ ഈ ദൈവം അനുവദിച്ച കഷ്ടതയാണെങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം വരെ ആ കഷ്ടതയിൽ കൂടി കടന്നു പോയേ പറ്റൂ. ആ ദൈവം വിടുവിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് ദൈവം നിന്നെ പണിതെടുക്കും. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നീ വളരണം. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ കഷ്ടത ദൈവം പെട്ടെന്ന് മാറ്റി തരും. അതായത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി അവൻ മാറും. പുതിയ നിയമ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, അതുകൊണ്ടാണ് ദൈവം കഷ്ടത അനുവദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിൽ സഞ്ചരിക്കാതെ നമ്മൾ മറ്റ് ട്രാക്കിൽ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. പല അവസരങ്ങൾ ദൈവം ഇങ്ങനെ തരും. വചനത്തിൽ കൂടി സംസാരിക്കും, ശുശ്രൂഷകന്മാരിൽ കൂടി സംസാരിക്കും. നമ്മളതൊന്നും കേട്ടില്ലെങ്കിൽ വളരെ സാവധാനം. ഇപ്പൊ നമ്മളെല്ലാം ഈ സാമ്പത്തിക മേഖലയിൽ ഒരു കഷ്ടത വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രയാസം ഉണ്ടാകുകയും നമ്മളൊരു വിടുതലിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിനറിയാം നമ്മൾ എവിടെ പിടിക്കണമെന്ന്. അങ്ങനെ പിടിക്കുന്ന അവസരത്തിൽ ആ കഷ്ടത എങ്ങനെ വന്നിരിക്കുന്നുവെന്ന് പരിശോധിച്ച് മനസ്സിലാക്കുകയും ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയാണെന്ന് മനസ്സിലാക്കുകയും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ദൈവം നിന്നിൽ നിന്ന് ചിലതെല്ലാം ആഗ്രഹിക്കുന്നു എന്ന് വചനപ്രകാരം അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആശ്വാസം. അല്ലാതെ ഒരു ഡേറ്റ് പറഞ്ഞിട്ട്, ഒരു മാനുഷിക ശബ്ദത്തില് ഒരു ഡേറ്റ് പറഞ്ഞിട്ട്, അതായത് ഇവൻ മാനസാന്തരപ്പെടാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞ് അവൻ ആശ്വാസം കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. കഷ്ടത എങ്ങനെ വന്നു എന്നുള്ളത് അവൻ കണ്ടുപിടിക്കാൻ അവനെ സഹായിക്കണം, അവനെ എൻകറേജ് ചെയ്യണം. ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയാണെങ്കിൽ അതവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. നീ നിന്റെ വചനവിരുദ്ധമായ മാർഗങ്ങൾ നീ ഉപേക്ഷിച്ച്, അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും, ഉപേക്ഷിച്ച് വചനത്തിലേക്ക് മടങ്ങി വാ, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് മടങ്ങി വാ. അങ്ങനെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നതാണ് ആശ്വാസം. അല്ലാതെ വലിയ ഷോയൊക്കെ കാണിച്ച് യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ഭാരം വിട്ടുമാറട്ടെ എന്നൊക്കെ പറഞ്ഞാലൊന്നും വിട്ടുമാറത്തില്ല. അങ്ങനെ ആര് പ്രാർത്ഥിച്ചാലും വിട്ടുമാറത്തില്ല. കാരണം ഈ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ പിശാചിന് ഡോറ് തുറന്നു കൊടുത്ത് പിശാച് കയറി അടിച്ചതാണെങ്കിൽ, പരകാര്യങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന വ്യക്തിയാണെങ്കിൽ, ഈ മേഖലകളിൽ അവന് മാനസാന്തരം ഉണ്ടാകാതെ ആര് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും ആര് ദൂത് പറഞ്ഞിട്ടും കാര്യമില്ല, കഷ്ടത മാറത്തില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം ഇത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് വലിയ ആശ്വാസം, വലിയ ആനന്ദം തരുന്നതായിരിക്കും വിശ്വാസ ജീവിതം. അവിടെ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ പോകത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൽ വിരലിലെണ്ണാകുന്ന പുതിയ നിയമ പ്രവചന ശുശ്രൂഷ മാത്രമേ അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ പ്രവാചകന്മാരായ പുത്രിമാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവചന ശുശ്രൂഷ എഴുതിയിട്ടില്ല. ഇനിയും അനന്യാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അനന്യാസ് പ്രവാചക, അതെവിടാ പാസ്റ്ററേ? പൗലോസിനോട് ദൂത് പറയുന്നത്. ഓക്കെ 22:14 അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് 22:14 സാധാരണ വിശ്വാസിയായ അനന്യാസ് പൗലോസിനോട് ദൂത് പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. അനന്യാസ് ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അനന്യാസിന് ദൈവം ഉറക്കത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പോയി പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അനന്യാസ് പറയുന്നുണ്ട്, നിന്റെ പേര് കേട്ടായവൻ ആൾക്കാരെ കൊല്ലും, ഞാൻ പോകത്തില്ലെന്ന്. വീണ്ടും പറയുന്നു. അവനെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് അനന്യാസ് പോയി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിന് കണ്ണിന് കാഴ്ച ലഭിക്കുന്നു. അതോടൊപ്പം അനന്യാസ് കൈമാറുന്ന ദൂതായത്. അനന്യാസ് ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഏത് വ്യക്തിയെയും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഏത് വ്യക്തിയിൽ കൂടി ദൈവം സംസാരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദൂത് പറയുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറിയാൽ, ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം അവിടെ ഉള്ളവരെല്ലാം പ്രവാചകന്മാരാ, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർ പ്രവാചകന്മാരാ. ഇനി വളരെ ഗൗരവമായി നമ്മൾ പഠിക്കണം. 14-ാം അധ്യായത്തിന്റെ അവസാനമുണ്ട്. ഞാൻ അങ്ങോട്ട് വരിക. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ അവസാനം 31-ാമത്തെ വാക്യത്തിൽ പ്രവചന ശുശ്രൂഷ എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സഭയിൽ നടക്കേണ്ടുന്ന ക്രമത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 14:31 പൗലോസ് പറയുന്നു, എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ.
ഒരു സഭയിൽ നടക്കേണ്ട കാര്യമായി എഴുതിയിരിക്കുന്നത്. എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്ക് ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. ചോദ്യം: എല്ലാവരും പഠിക്കണമെങ്കിൽ, എല്ലാവർക്കും പ്രബോധനം ലഭിക്കണമെങ്കിൽ എന്ത് പ്രവചിക്കണം? ഒന്ന് ചിന്തിച്ചാട്ടെ. എന്തായിരിക്കണം പ്രവചിക്കേണ്ടത്? ഭൗതിക ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുമോ? എല്ലാവർക്കും പ്രബോധനം ലഭിക്കുമോ? ഒരിക്കലുമില്ല. വചനത്തിൽ കൂടി സംസാരിക്കണം. വചനത്തിൽ കൂടി. ഞാനിങ്ങനെ പറയും, ഇപ്പം നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ സ്പർശിച്ചൊരു വചനം, ആ വചനം സഭയിൽ വന്ന് എഴുന്നേറ്റ് നിന്ന്, ഇനി നിങ്ങൾ ദൂതൊന്നും പറഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ആത്മാവ് വെളിപ്പെടുത്തുന്ന, ആത്മാവ് സ്പർശിച്ചൊരു വചനം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ആ വചനം വെളിപ്പെടുത്തിയെന്നുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അപ്പൊ എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും പ്രബോധനം ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ എന്നാണ്. ഒരു സഭയിൽ നടക്കേണ്ടുന്ന ക്രമമാ. ഇന്ന് എത്ര സഭയിൽ ഇത് നടക്കുന്നുണ്ട്? ഇങ്ങനൊക്കെ വളരുന്ന ഒരു സഭയിൽ പുറത്തുനിന്ന് പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഒരു വാല്യൂ ഉണ്ടാവത്തില്ല. നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പുതിയ നിയമത്തിന്റെ ക്രമം നമുക്ക് അറിയാത്തത് കൊണ്ട് ആർക്കും എന്തും വന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനായിരുന്നു സഭകളിലുള്ളത്. ആ സ്ഥിതി മാറണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 16 പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുമെന്നാണ്. ലോകത്തിന് ബോധ്യം വരുത്തും. അപ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. തീർച്ചയായിട്ടും അവിശ്വാസികളായിരിക്കുന്ന ചിലരോട് ദൂത് പറഞ്ഞ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ദൈവ പ്രവാചകന്മാരെ ഉപയോഗിക്കാം. അതിപ്പം ഈ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ പ്രവാചകൻ എന്ന് പേരുള്ളവർ മാത്രമല്ല, നമ്മളെയൊക്കെ ദൈവത്തിന് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിൽ എത്ര പേർ അങ്ങനെ ഉപയോഗപ്പെടുന്നുണ്ട്? അങ്ങനെ ദൂത് പറഞ്ഞ് വിശ്വാസത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രവചനം കേട്ടാലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പം 1 Corinthians 14 അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? 24 വാക്യം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അപ്പൊ ഇവിടെ കണ്ടോ 24 വാക്യം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ. ഒരു സഭയിലുള്ളവരെല്ലാം പ്രവചിക്കുന്നവരാകണം. അപ്പം എന്ത് പ്രവചിക്കുമ്പോഴാണ് അവന് പാപബോധം വരുന്നേ? എന്ത് പ്രവചിക്കുമ്പോഴാ? ഭൗതിക ദൂത് പറഞ്ഞാൽ അവന് പാപബോധം വരുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന വചനം ഞാൻ പറയുമ്പോൾ അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. കാരണം ഒരാൾ പറയുന്ന ആയിരിക്കത്തില്ല വേറൊരാൾ പറയുന്നത്. ആ വചനവും അതിനോടൊപ്പം അവന്റെ പാപത്തിന്റെ സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുമ്പോൾ അവൻ കവിണ്ണു വീണ് മാനസാന്തരപ്പെടാൻ തയ്യാറാകും. അപ്പൊ ഒരു സഭയിൽ നടക്കേണ്ട ക്രമമാണ് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്. നമ്മള് പുതിയ നിയമം പറഞ്ഞാൽ പാപബോധം വരുത്തും, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടും, വിവേചിക്കും. ഹൃദയ രഹസ്യം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ഒരുത്തന്റെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യം ആർക്കെങ്കിലും വെളിപ്പെടുവോ? ഇല്ല. അപ്പോൾ ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് ആത്മപരമില്ലാത്തവൻ അല്ലെങ്കിൽ അവിശ്വാസിയുടെ ഹൃദയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമെന്ന് അത് പറയുമ്പോഴാണ് അവൻ വിശ്വസിക്കും. നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട്. നിങ്ങളുടെ ദൈവം ഞാൻ ഇതുവരെ വിശ്വസിച്ച പോലെ മനസ്സിലാക്കിയ പോലോ അല്ലെങ്കിൽ എന്റെ ദൈവം പോലെ അല്ല നിങ്ങളുടെ ദൈവം വാസ്തവമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കവിണ്ണു വീണ് അവൻ രക്ഷിക്കപ്പെടും. അതിനുവേണ്ടിയാണ് അവിശ്വാസികളോട് നമ്മൾ ദൂത് പറയേണ്ടത്. അങ്ങനെ ദൂത് പറഞ്ഞ് വിശ്വാസി ആയിക്കഴിഞ്ഞാൽ അവൻ ആ ഡേ 1 മുതൽ അവൻ വളരുന്നവനായിരിക്കണം. ഞാനിങ്ങനെ പറയും, ഇപ്പം ഈ തലത്തിലായിരിക്കുന്ന ഒരു സഭയിലേക്ക് ഒരു പുതിയ വിശ്വാസി കടന്നു വരികയാണെങ്കിൽ അവൻ ഇതുപോലെ ആത്മീയമായി വളരാൻ അവൻ നിർബന്ധിതനാകും. പക്ഷെ പ്രവാചകന്മാർ വന്ന് ദൂത് കേട്ട് ജീവിക്കുന്ന വിശ്വാസികളുള്ള ഒരു സഭയാണെങ്കിൽ ഈ പുതിയ വിശ്വാസിയും മറ്റു പ്രവാചകന്റെ ദൂത് കേൾക്കാനായിരിക്കും അവന് താല്പര്യം. കാരണം അവിടെ എല്ലാവരും ദൂത് കേട്ടാ ജീവിക്കുന്നേ. അപ്പൊ ഈ പുതുതായിട്ട് വരുന്നവൻ യഥാർത്ഥത്തിൽ നമ്മൾ അവനെ ശരിക്കും വഴിതെറ്റിക്കുകയാണ്.
ഇതിനെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഈ ക്രമം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ച് ഗ്രഹിച്ച് ഇതിൻ പ്രകാരം ജീവിക്കാനാണ്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനാണ്. നമ്മൾ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്? അതുകൊണ്ടല്ലേ പൗലോസ് 2 തെസ്സലോനിക്കർ 3:6 പറയുന്നത്, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നവരെ അകറ്റിക്കൊള്ളുവീൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, പൗലോസിന് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഒറിജിനൽ പ്രമാണം. ആ പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നവരെ അകറ്റാനാ പറയുന്നത്. ക്രമം കെട്ട് നടക്കുന്നവരെ തിരിച്ചറിയണമെങ്കിൽ ക്രമം ഏതാണെന്ന് അറിയണ്ടായോ? പുതിയ നിയമ ക്രമം ഏതാണെന്ന് നമ്മൾ അറിയണം. പുതിയ നിയമത്തിൽ വിശ്വാസം എന്നത് ദൈവിക വ്യവസ്ഥയാണ്. അവിടെ ഒരു ഓർഡർ ഉണ്ട്, അതിനൊരു അനുസരണമുണ്ട്. അത് ലേഖനങ്ങളിലാണുള്ളത്. യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ പറഞ്ഞു തുടങ്ങി. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതും ലേഖനങ്ങൾ എഴുതപ്പെട്ട ഏകദേശം അതേ കാലഘട്ടത്തിലാണ്. അപ്പൊ പുതിയ നിയമം മൊത്തത്തിൽ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ഓർഡർ നമുക്ക് മനസ്സിലാകും. ആ ഓർഡർ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ ഓർഡറിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചാൽ പിന്നെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത് അവരെ അകറ്റി നിർത്തണം, അവരെ അടുപ്പിക്കരുത്, അവരെ ഉപദേശിക്കണം. പക്ഷെ അവർ കേൾക്കുന്നില്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം. ഇതെല്ലാ സഭകളിൽ നടക്കണം. പക്ഷെ ഇന്ന് എത്ര സഭകളിൽ നടക്കുന്നുണ്ട്? അപ്പം പഴയ നിയമത്തിലെ പോലൊരു പ്രവചന ശുശ്രൂഷ പുതിയ നിയമത്തിലില്ല. ആത്മീയ വർധന ഉണ്ടാകുന്ന, പ്രബോധിപ്പിക്കുന്ന, വചനത്തിൽ കൂടിയുള്ള ആശ്വാസം തരുന്ന പ്രവചന ശുശ്രൂഷയാണ് പുതിയ നിയമത്തിലുള്ളത്. വരുവാനുള്ള കാര്യങ്ങളും അറിയിച്ചു തരും. അതും പരിശുദ്ധാത്മാവിന്റെ റോളായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുവാനുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടുത്തും, തീർച്ചയായിട്ടും വെളിപ്പെടുത്തും. കാരണം ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യവുമില്ല. ഈ വരുവാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, ഒരു അപകടം വരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്, ആ അപകടത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഭൗതിക ജീവിതത്തിലുമാകാം, ആത്മീയ ജീവിതത്തിലുമാകാം. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുതിയ നിയമത്തിലെ പ്രവചന ശുശ്രൂഷയുള്ളത്. ഈ ചില ആസ്ഥാന പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ചിലർ നടപ്പുണ്ട്. അവരെല്ലാം നമ്മൾ അങ്ങനെ ആസ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത്. അവരെ വിചാരം അവരിൽ കൂടി മാത്രമേ ദൈവം സംസാരിക്കുന്നു. അവരൊക്കെ വരുമ്പോൾ, ഞാനിവിടെ ചില ചർച്ചകളിലൊക്കെ പോയപ്പോൾ പിന്നെ ചിലരൊന്ന് പറഞ്ഞു, പ്രവാചകന്മാരാണ് വരുന്നതെങ്കിൽ ഈ പിന്നെ ശുശ്രൂഷ കഴിയുമ്പോഴേക്കും പ്രവാചകനെ കാണാൻ സഭയിലുള്ളവരെല്ലാം പോയി ക്യൂ നിൽക്കുമെന്ന്. എത്ര സമയം വേണേലും അവർ ക്യൂ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു വിശ്വാസ ജീവിതമാണ്. വളരെ പത്തറ്റിക്കായ ഒരു വിശ്വാസ ജീവിതം. അവിടെ വളർച്ചയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിൽ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങണം. ഞാൻ ക്രിസ്തുവിലായവനാണ്, ഞാൻ ക്രിസ്തുവിൽ വളരേണ്ടുന്നവനാണ്, ക്രിസ്തു എന്ന തലയോളം ഞാൻ വളരേണ്ടുന്നവനാണെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ച് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളരുമ്പോൾ തീർച്ചയായിട്ടും ദൈവശബ്ദം കേട്ട് ദൈവവചനപ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾ മറ്റനേകർക്ക് ഒരു അനുഗ്രഹമായിട്ട് അങ്ങ് മാറും. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീയമായി അനുഗ്രഹം കൊടുക്കുന്നവരായി നമ്മൾ മാറുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഓരോരുത്തരും ഒന്നിനൊന്നിന് ആത്മീയമായി വളരുന്നവരാണെങ്കിൽ ആ സഭയുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും ഓരോ സഭയെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്, വളർച്ച. അപ്പം ആ ദേശത്തിന്റെ കാവൽക്കാരാകാൻ അങ്ങനെ ഒരു സഭയ്ക്കേ പറ്റത്തുള്ളൂ. അപ്പം വലിയൊരു ചുമതല നമുക്കുണ്ട്. ആ സഭയിൽ കൂടി, ആ സഭ മൊത്തമായി, അല്ലെങ്കിൽ ആ സഭയിലുള്ള വ്യക്തികളിൽ കൂടി ആ ദേശത്തുള്ളവർ ക്രിസ്തുവിനെ കാണണം. അതൊക്കെയാണ് ഒരു സഭയുടെ ചുമതല. നമ്മൾ അതിലോ നടക്കുന്നുണ്ടോ? സഭയുടെ മറ്റൊരു ചുമതല, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ചുമതല, എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 3-ന്റെ 10-11. 9 മുതൽ ഞാൻ വായിക്കാം. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പൊ പൗലോസിന് എന്തിനാണ് ദൈവകൃപ നൽകിയിരിക്കുന്നത് പൗലോസ് പറയുകയാണ്. അതിനുശേഷം പറയുന്നു, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. സഭ മുഖാന്തരം ദൈവത്തിന്റെ ജ്ഞാനം, ആ സഭയിലുള്ളവർ ദൈവിക ജ്ഞാനം പ്രാപിച്ച് ദൈവികമായ ജ്ഞാനത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യരിലേക്ക് പകരപ്പെട്ട് ദൈവികമായ ജ്ഞാനത്തിൽ, വിസ്ഡം ആൻഡ് നോളജിൽ സഭയിലുള്ളവർ പോകുമ്പോൾ അത് സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും തിരിച്ചറിയുമെന്ന് മനസ്സിലായോ? സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും തിരിച്ചറിയും.
അവർക്ക് പോലും ദൈവത്തിന്റെ ജ്ഞാനം അവരറിയണമെങ്കിൽ അത് ദൈവത്തിന് വേണമെങ്കിൽ ഡയറക്റ്റ് അവർക്ക് ബോധ്യപ്പെടുത്താമല്ലോ. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് തന്റെ മക്കൾക്ക്, സഭയിലുള്ളവർക്ക് പകർന്ന് അവര് ദൈവികമായ ജ്ഞാനത്തിൽ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് കാണുവാൻ സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങൾക്കും സാധിക്കണം. ഇങ്ങനെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഓരോ സഭയ്ക്കും ഉണ്ട്. ദൈവികമായ ജ്ഞാനം എങ്ങനെ പ്രാപിക്കാൻ പറ്റും? എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഞാൻ അവിടെ വന്നപ്പോൾ ഒരു വാക്യം പറഞ്ഞായിരുന്നല്ലോ, അവനിൽ, ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമാക്കി വെച്ചിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവർക്കും ഈ മറച്ചു വെച്ചിരിക്കുന്നത് കൊടുക്കത്തില്ല. നമ്മൾ നമ്മുടെ ഭൗതിക മോഹങ്ങളിൽ, ജഡിക സുഖങ്ങളിൽ, ലൗകിക ഉല്ലാസങ്ങളിൽ നമ്മൾ വില കൊടുക്കാൻ തയ്യാറായാൽ, അതൊക്കെ ക്രമേണ ഗ്രാജുവലായി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ഈ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം, ട്രഷർ ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരും, ഫ്രീ ആയിട്ട് തരും. അത് മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം അതാ. കാരണം വിലപിടിപ്പുള്ളതാണിത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലേ അല്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിൽ നിന്ന് അത്യാവശ്യം ഞങ്ങള് അറിവ് സമ്പാദിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം ക്വാളിഫൈഡ് ആണ്, ഞങ്ങൾ അതുകൊണ്ടങ്ങ് ജീവിച്ചോളാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എഫെസ്യ ലേഖനം 4:11 വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവർ ജ്ഞാനിയാകേണ്ട ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യക്തമെന്ന് അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. ഇവിടെ പറയുന്നു, 18-ാം വാക്യം തുടങ്ങുന്ന ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ആരാ തന്നെത്താൻ വഞ്ചിക്കുന്നത്? അടുത്ത സെന്റൻസിൽ പറയുന്നു, താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ. ആരെങ്കിലും വലിയ ജ്ഞാനിയാണ്, എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ എന്നെ വലിയ അറിവുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു എന്നൊക്കെ തോന്നിയാൽ അവർ സ്വയം വഞ്ചിക്കുകയാണ്, ആത്മീയ തലത്തിൽ സ്വയം വഞ്ചിക്കുകയാണ്. അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ അല്ലെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം, ക്രിസ്തുവിൽ മറച്ചു വെച്ചിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിക്കുന്നവരല്ല. അവരത് പ്രാപിക്കണമെങ്കിൽ അവരാദ്യം ഭോഷനായി തീരണം. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇത്? നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വായിക്കണം, പഠിക്കണം. പക്ഷേ ആത്മീയ തലത്തിൽ അത് നേരെ ഓപ്പോസിറ്റാ. ആത്മീയ തലത്തിൽ ഈ ലോകത്തിന്റെ ജ്ഞാനമൊക്കെ പ്രാപിച്ച് നമ്മൾ വലിയ ഉന്നത സ്ഥാനത്ത്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ സ്വയം വഞ്ചിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥമായ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ആദ്യം ഭോഷനായി തീരണം. നമ്മളിൽ എത്ര പേർ ഭോഷനായി തീരാൻ തയ്യാറുണ്ട്? ആത്മീയമായി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ. നമ്മൾ ഭോഷനായി തീരാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും ദൈവം നമുക്ക് തരുമെന്ന്. അത് വേറൊരു ലെവലാണത്. അത് ആ ജ്ഞാനം പ്രാപിക്കുമ്പോഴാണ് സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ദൈവത്തിന്റെ ജ്ഞാനം അവർ തിരിച്ചറിയുന്നത്. ലോകത്തിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും കുത്തുകാഴ്ചകളാകത്തില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കും. ഞാനെന്ന് പറഞ്ഞല്ലോ, കൃപാവരങ്ങളിൽ ആദ്യത്തെ കൃപാവരം, ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, പിന്നെ വിശ്വാസം. ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒന്നും നമുക്ക് പ്രാപിക്കണ്ടേ? പ്രവാചകന്മാരെ പുറകെ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഇത് പ്രാപിക്കത്തില്ല, ഒരിക്കലും പ്രാപിക്കത്തില്ല. നമ്മൾ ഒരു രീതിയിലും വിശ്വാസത്തിൽ വളരത്തില്ല. നമ്മൾ ഇന്ന് ശൈശവാവസ്ഥയിലായിരിക്കും. പ്രവാചകൻ വന്ന് സംസാരിച്ചാലേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ശൈശവാവസ്ഥയിൽ നിന്നും വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കാൻ തുടങ്ങണം. സ്തോത്രം. ഈ എഫെസ്യ ലേഖനം 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇടയന്റെ ഉപദേഷ്ടാവിന്റെ ഇടയിൽ ചിലരെന്നില്ല. അതിന്റെ അർത്ഥം എല്ലാ ഇടയന്മാരും ഉപദേശിക്കുന്നവരായിരിക്കണം, വചനം പഠിപ്പിക്കുന്നവരായിരിക്കണം. എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അങ്ങനെ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലുള്ള ശുശ്രൂഷയാണ് ഓരോ ശുശ്രൂഷയും, ഓരോ മീറ്റിങ്ങിലും, ഓരോ സഭയിലും നടക്കേണ്ടത്. അപ്പൊ ഇവിടെ
അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. പുതിയ നിയമത്തിലെ 5 വിധ ശുശ്രൂഷകളിൽ ഒന്ന് പ്രവാചകനാണ്. ആ പ്രവാചകന്റെ റോള്, 5 വിധ ശുശ്രൂഷയിലുള്ളവരുടെ റോള് 12, 13 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ ചുമതല, അവരെന്താണ് ചെയ്യേണ്ടതെന്ന് 12, 13 വാക്യങ്ങളുണ്ട്. എന്താ 12, 13 വാക്യങ്ങൾ? അത് നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവരെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. പ്രവാചകന്റെ ചുമതലയും ഇത് തന്നെയാണ്. ഇന്നത്തെ ഈ ആസ്ഥാന പ്രവാചകന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന എത്ര പേരുടെ ശുശ്രൂഷയിൽ കൂടി ഒരു സഭയിലുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കും, വിശ്വാസത്തിലുള്ള ഒരു ഐക്യത ഉണ്ടാകും. അതിനുശേഷം പറഞ്ഞ എന്താ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത. ഇന്നത്തെ എത്ര പ്രവാചകന്മാരുടെ ശുശ്രൂഷയിൽ കൂടി ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാന സഭയിലുള്ളവർക്ക് വരും. അവരുടെ ശുശ്രൂഷയിൽ കൂടി പുതിയ നിയമത്തിലെ പ്രത്യേകിച്ചും ലേഖനങ്ങളിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ന് 95% പ്രവാചകന്മാർ പഴയ നിയമ പ്രവാചകന്മാരാണ്. പഴയ നിയമ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവചിക്കും. കാരണം അവർ പ്രവചിക്കുന്ന ഭൗതിക നന്മകൾ, അനുഗ്രഹങ്ങൾക്കെല്ലാം അടിസ്ഥാനം പഴയ നിയമത്തിലാണ്. പുതിയ നിയമ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ആരെങ്കിലും പ്രവാചകൻ വരുമെന്ന് നിങ്ങൾ ചോദിക്കണം. ഈ 5 വിധ ശുശ്രൂഷയിലുള്ളവരിൽ പ്രവാചകനുമുണ്ട്. ആ പ്രവാചകന്റെ ചുമതല വിശ്വാസത്തിൽ ഒരു സഭയിലുള്ളവർ ഐക്യതയിൽ എത്തിച്ചേരണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുമ്പോഴാണ് പരിജ്ഞാനത്തിൽ ഒരു ഐക്യത ഉണ്ടാകുന്നത്. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ ക്രിസ്തുവാ. ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഒരു വിശ്വാസി, ഒരു സഭയെ സഹായിക്കേണ്ടുന്ന ശുശ്രൂഷയാണ് പ്രവാചകൻ ചെയ്യേണ്ടത്. അത് അപ്പോസ്തലൻ അല്ലെങ്കിൽ സുവിശേഷകൻ അല്ലെങ്കിൽ ഇടയനും ഉപദേഷ്ടാവ് മാത്രമല്ല ചെയ്യേണ്ടത്, പ്രവാചകനും ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. ആ ശുശ്രൂഷ ചെയ്യുന്ന എത്ര പ്രവാചകന്മാർ ഇന്നുണ്ട് പെന്തക്കോസ്തിൽ? ഇല്ല എന്ന് തന്നെ പറയാം. മറ്റൊരു വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ഈ വാക്യം പറഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പക്ഷേ ഈ വാക്യം ഞാൻ അവിടെ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ഓക്കെ, ചോദ്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ ആരാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ ആരാണ്? ക്രിസ്തു യേശുവാണ് മൂലക്കല്ല്. പറഞ്ഞിട്ടാരെങ്കിലും? വിശ്വസിക്കുന്നവരല്ല പ്രവാചകന്മാർ. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും പ്രവാചകന്മാരാകണം. പക്ഷെ ഇവിടെ പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, പുതിയ നിയമസഭയുടെ അടിസ്ഥാനമായ പ്രവാചകന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ അതിന് ശേഷം പണിയപ്പെടുന്നവരാ. അടിസ്ഥാനമായ പ്രവാചകന്മാർ ആരായിരിക്കും? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ ഈ പ്രവാചകന്മാർ ആരായിരിക്കും? പഴയ നിയമ പ്രവാചകന്മാർക്ക് ഒരിക്കലും പുതിയ നിയമസഭയുടെ അടിസ്ഥാനമാകാൻ സാധിക്കില്ല. അപ്പൊ ഈ പ്രവാചകന്മാർ ആരായിരിക്കും? പുതിയ നിയമസഭയുടെ അടിസ്ഥാനമായ പ്രവാചകന്മാരെന്ന ആ ആദിമ നൂറ്റാണ്ടിൽ പ്രവാചകന്മാരായ അടിസ്ഥാനമായ പ്രവാചകന്മാരെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കർത്താവിന്റെ ശിഷ്യന്മാര്. സ്തോത്രം. അപ്പോസ്തലന്മാർ തന്നെയാണ് ഈ പ്രവാചകന്മാർ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാർ തന്നെയാണ്. കാരണം അവർക്ക് മാത്രമേ പുതിയ നിയമസഭയുടെ അടിസ്ഥാനമാകാൻ, ക്രിസ്തു യേശു മൂലക്കല്ല്, അതിനുശേഷം അടിസ്ഥാനമാകാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാരും. അത് കഴിഞ്ഞ അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, അപ്പോസ്തലന്മാർ ഈ പ്രവാചക ശുശ്രൂഷയും ചെയ്യുന്നവരാ. സ്തോത്രം. ഞാൻ അതിലേക്കാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അപ്പോസ്തലന്മാര് പ്രവചന ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈബിളിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവരുടെ പ്രവചന ശുശ്രൂഷ അവർ ചെയ്തിട്ടുണ്ടല്ലോ. അത് ബൈബിളിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത് എവിടാ? അതാണ് ലേഖനങ്ങൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ നിയമത്തിലെ പ്രവചന ശുശ്രൂഷ എന്താണെന്ന്.
നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടാണോ ഈ കള്ളപ്രവാചകന്മാരെ വിളിക്കുന്നത്? ഈ പ്രവാചകന്മാരെ ഓരോരുത്തരായി നമ്മൾ ഈ സഭയെ വിളിച്ചു കയറ്റുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പുതിയ നിയമസഭയുടെ അടിസ്ഥാനമായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരുടെ പ്രവചന ശുശ്രൂഷ ലേഖനങ്ങളിലാണ് ഉള്ളത്. അതാണ് യൂദായും ശീലാസും ആ വചനം പറഞ്ഞാണ് വിശ്വാസികളെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചത്. വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ട ചുമതല മറ്റു ശുശ്രൂഷയിലുള്ളവരോടതുപോലെ തന്നെ പ്രവാചകനുമുണ്ട്. ഇന്നത്തെ എത്ര പ്രവാചകന്മാർ ആ ശുശ്രൂഷ നിറവേറ്റുന്നുണ്ട്? പഴയ നിയമ വാക്യങ്ങൾ പറഞ്ഞ് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ഉറയ്ക്കുമോ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുമോ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വിശ്വാസിക്ക് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കണം, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. കൊലോസ് ലേഖനം 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അതിനുവേണ്ടി പോരാടി അധ്വാനിക്കുന്നു. അതിന്റെ അടുത്ത വാക്യമായി ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു, അതിനാൽ ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഈ മാതൃകയാണ് ഇന്നത്തെ സഭാ ശുശ്രൂഷകന്മാർ പിന്തുടരേണ്ടത്. ഇതാണ് ശരിക്കും പോരാട്ടം, ഇതാണ് അധ്വാനം. എന്തിനു വേണ്ടിയാണ് പൗലോസ് അധ്വാനിക്കുന്നത്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ. ക്രിസ്തുവിൽ തികഞ്ഞവനായി ഒരു മനുഷ്യനാകണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ഇവിടെ എങ്ങനെ തുടങ്ങുന്നത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. ആരെ? അവനെ, ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ തികഞ്ഞവനായി ക്രിസ്തുവിൽ വളരുന്നത്. ആ ട്രാക്കിലേക്ക് വിശ്വാസികളെ കയറ്റിവിടേണ്ട ചുമതലയാണ് പുതിയ നിയമ ശുശ്രൂഷ. ഇന്നത്തെ ഏതെങ്കിലും പ്രവാചകന്മാർ അത് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർ? ഇല്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കും ഗൗരവമേറിയ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. ഞാൻ പൊതുവെ ഇങ്ങനെ പറയാണ്ട്, ഒരു യഥാർത്ഥ പുതിയ നിയമ ശുശ്രൂഷകൻ അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം, ദൈവത്താൽ പിടിക്കപ്പെട്ടവനായിരിക്കണം. തന്റെ ദൈവിക നിയോഗം ദൈവികമായ ഇടപെടലിൽ കൂടി, എൻകൗണ്ടറിൽ കൂടി വ്യക്തിപരമായി പ്രാപിച്ചവനായിരിക്കണം, ദൈവം പ്രാപ്തനാക്കിയവനായിരിക്കണം. ഈ 4 കാര്യങ്ങളിൽ ഉറപ്പില്ലാത്തവൻ പുതിയ നിയമ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. അവൻ അതിനുള്ള യോഗ്യതയില്ല. സ്തോത്രം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം, ദൈവത്താൽ പിടിക്കപ്പെട്ടവനായിരിക്കണം. ഇന്നത്തെ എത്ര പ്രവാചകന്മാർക്ക്, എത്ര ശുശ്രൂഷകന്മാർക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവത്താൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവിക നിയോഗം വ്യക്തിപരമായ ഇടപെടലിൽ കൂടി പ്രാപിച്ചവനായിരിക്കണം. ദൈവിക നിയോഗം അതിൽ വ്യക്തത ഉണ്ടായിരിക്കണം. ദൈവം പ്രാപ്തനാക്കിയവനായിരിക്കണം. നമ്മുടെ പ്രാപ്തി ദൈവത്തിൽ നിന്ന് വരുന്നു. പൗലോസ് പഴയ നിയമം നന്നായി അരച്ച് കലക്കി കുടിച്ച ആളാ, ന്യായപ്രമാണ പ്രകാരം അനിന്ദനായ വ്യക്തി. ആ പൗലോസ് പറയുക, ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ 3. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. ആ രീതിയിൽ അവിടെ പഴയ നിയമത്തെ കുറിച്ച് പറയുന്ന കാര്യം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിനെ പുതിയ നിയമത്തിനെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 14 മുതൽ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഓക്കെ, ഞാൻ എന്നാൽ ഇപ്പൊ ഇത് വായിച്ചല്ലോ, ഇതുകൂടെ ഞാൻ പറയാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും പോയി. അല്ലല്ല ഫസ്റ്റ് ഇത് നോക്കിയിട്ട് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം. 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിനും സൗരഭ്യവാസനയാകുന്നു. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസന തന്നെ. എന്താണ് ഈ വാസന? മതി. എന്താണ് ഈ വാസന? ക്രിസ്തുവിൽ, കണ്ടോ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവിക പരിജ്ഞാനത്തിന്റെ നറുമണം നമ്മിൽ കൂടിയാണ് ലോകം അറിയേണ്ടത്. നമ്മിൽ കൂടി. അതാണ് നമ്മുടെ ചുമതല. ദൈവിക പരിജ്ഞാനം പ്രാപിക്കാത്തവൻ എങ്ങനെ ആ പരിജ്ഞാനത്തിന്റെ വാസന നറുമണം പരത്തുന്നത്?
അങ്ങനെയുള്ളവരുടെ കൂട്ടമായി ഒരു സഭ മാറിയാൽ ആ സഭയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിശാചൊന്നും അനുവദിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടായി കള്ളപ്രവാചകന്മാരെയും കള്ള ശുശ്രൂഷകന്മാരെയും സഭയിൽ കയറ്റി ഇറക്കുന്നത്. ഈ തലത്തിലൊന്നും വിശ്വാസികൾ വരാൻ പിശാച് അനുവദിക്കത്തേയില്ല. തന്ത്രപരമായി കള്ള ശുശ്രൂഷകന്മാരെ നുഴഞ്ഞു കയറിയവരെ ഓരോ സഭയിലും അയച്ച് ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തും. പരിജ്ഞാനത്തിന്റെ വാസന നമ്മിൽ കൂടി മറ്റുള്ളവർ അറിയണം. നമ്മൾ പരസ്പരം അറിയണം. എന്നിട്ട് എന്താ പറയുന്നത്? രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ലോകത്തിലും സഭയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മള്. പരിജ്ഞാനം പ്രാപിച്ചാലേ ഈ സൗരഭ്യം പുറത്തു വരത്തുള്ളൂ. ഇന്ന് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം, പല വിശ്വാസികളും ദുർഗന്ധം വമിപ്പിക്കുന്നവരാണ്. ദുർഗന്ധം. എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? ആരാണ് ഉത്തരവാദികൾ? നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഒരു സഭയുടെ ചുമതല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമുള്ളതാണ്. സ്തോത്രം. സഭ എന്തിനാ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരമായ സഭയാ. ആ സഭയുടെ തല ക്രിസ്തുവാണ്. നിയന്ത്രണം മുഴുവൻ ക്രിസ്തുവിനായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം ഒരു സഭ മുന്നോട്ട് പോകേണ്ടത്. എന്നിട്ട് പറയുന്നു, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. ക്രിസ്തു ജീവനിൽ നിന്നും ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങണം. അതൊക്കെ പറയാൻ പോയ ഒത്തിരിയുണ്ട്. അത് ഞാൻ ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്രിസ്തു ജീവൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഈ ലേഖനങ്ങളിൽ ഉണ്ടെന്നേ. നമ്മൾ പിന്നെ സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണെന്ന്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലുണ്ട് ക്രിസ്തുവിന്റെ പത്രം. അപ്പൊ ഞാൻ ചോദിക്കും, പിന്നെ നമ്മള് ഈ ഇന്നലത്തെ പത്രം ഇന്ന് നമ്മൾ വായിക്കുവോ? ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമ്മൾ ഇന്ന് വായിക്കുവോ? ഇല്ല. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു നോക്കും, അന്നേരം മടക്കി വെക്കും. കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് പേപ്പർ ഇന്ന് വായിക്കുവോ? അതുമില്ല. നമ്മൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇന്ന് വായിക്കത്തുള്ളൂ. കാരണം ഏറ്റവും പുതിയ ന്യൂസ് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണെങ്കിൽ നമ്മൾ ലോകത്തിന് കൊടുക്കുന്നത് എത്ര വർഷം മുമ്പുള്ള ന്യൂസാ? അതിന്റെ ഗൗരവം പിടികിട്ടിയോ? ഞാൻ പല ശുശ്രൂഷകന്മാരെ, അറിയപ്പെടുന്ന പ്രശസ്തരായ പല ശുശ്രൂഷകന്മാരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവര് പറയുന്ന സാക്ഷ്യമല്ല, എല്ലാവരും അല്ല, പ്രമുഖരായ ചിലരൊക്കെ, നമ്മൾ വളരെ ആരാധനയോടെ ഭവ്യതയോടെ കാണുന്ന പല ശുശ്രൂഷകന്മാരെയും 30, 40, 50 വർഷം ശുശ്രൂഷയുള്ള ചിലരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാമോ? 30 വർഷം 40 വർഷം മുമ്പ് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് ഓടിക്കുന്നേ. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായി, ഇവർക്ക് എന്താ ഇന്നലത്തെ സാക്ഷ്യമില്ലാത്തത്, ഇന്നത്തെ സാക്ഷ്യമില്ലാത്തത്? എന്താണെന്നറിയാമോ? ഈ 30-40 വർഷം മുമ്പ് അവന് ദൈവത്തെ വേണമായിരുന്നു. ഇന്ന് അവന് ദൈവത്തെ വേണ്ട. ദൈവം ഇല്ലാതെ അവൻ സുവിശേഷം വരെ ചെയ്യാൻ അവൻ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? തുടങ്ങിയപ്പോൾ ദൈവം വേണമായിരുന്നു. അന്ന് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഉണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞാണ് ഇന്നും അവര് ജനങ്ങളെ കരയിപ്പിക്കുന്നത്. ചിലരൊക്കെ അത് ഈ 40 വർഷം മുമ്പുണ്ടായ സാക്ഷ്യം പറഞ്ഞും ഇന്ന് ചിലർ കരയിപ്പിക്കുന്നവരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. അപ്പോഴാണ് എന്റെ ഉള്ളിൽ ചിന്ത വന്നത്, എടാ ഇന്നലെ സാക്ഷ്യമൊന്നുമില്ലേ? ഇന്നത്തെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ചത്തെ ഒന്നും പറയാനല്ലേ? അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് 30 വർഷം അല്ലെ 10 വർഷം 20 വർഷം മുമ്പുള്ള ന്യൂസാ നമ്മൾ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. കാരണം അന്ന് നമുക്ക് ദൈവത്തെ വേണമായിരുന്നു. നമ്മള് ഇന്നലത്തെ പത്രവും കഴിഞ്ഞ ആഴ്ചത്തെ പത്രവും വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂസാണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നമ്മളും ലോകത്തിന് കൊടുക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മെക്കുറിച്ചുള്ള. അതായത് ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞാൻ വളരുമ്പോൾ ഏറ്റവും ഒരു മിനിറ്റ് ഇതിന്റെ അടിയിലോ? ഓക്കെ, വരുന്നേ. ഓക്കെ, ഞാൻ ഷട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കുന്ന, അവരെല്ലാം പുറത്തു പോവാ പറഞ്ഞ കാര്യം പറഞ്ഞതാ. അപ്പം ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ന്യൂസ് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസവും ആ തലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, അത് എങ്ങനെ ഇരിക്കുമെന്ന്. ആ തലം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് ആത്മാവിലാണ് നാം ചരിക്കുന്നതെങ്കിൽ, ഓരോ ദിവസവും ജീവിക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കേണ്ട വിശ്വാസികൾ
പ്രവാചകന്മാരെ അടിമത്വത്തിൽ ജീവിക്കുന്നു. ഇതിനാരാണ് ഉത്തരവാദികൾ? നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഇതിന് ഉത്തരം കണ്ടെത്തണം. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഇത് ചിന്തിക്കണം. പ്രവാചകന്മാരെ, എനിക്കറിയാവുന്ന പല പ്രവാചകന്മാരുടെയും അടിമത്വത്തിൽ ജീവിക്കുന്നവർ വിശ്വാസത്തിൽ ഒരു ഗതിയുമില്ലാതെ അലയുന്ന വിശ്വാസികളാണ്. മുമ്പ് കൊലോസ് ലേഖനത്തിൽ ആ വാക്യം നമ്മൾ എഫേസ് ലേഖനത്തിൽ ആ വാക്യം വായിച്ചില്ല. എഫേസ് ലേഖനം 12-13 അധ്യായങ്ങളിൽ 4 അധ്യായം 12-13 വാക്യങ്ങളിൽ 5 വിധ ശുശ്രൂഷയിലുള്ളവരുടെ ചുമതലകൾ എഴുതി വെച്ചിരിക്കുന്നു. ആ ചുമതലകൾ നിറവേറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന്, പിന്നെ ആ ചുമതലകൾ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ 5 വിധ ശുശ്രൂഷയിലുള്ളവർ ഇൻക്ലൂഡിങ് പ്രവാചകൻ ആ ശുശ്രൂഷ, ഈ ചുമതലകൾ ആത്മാർത്ഥമായി ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് 4:14 അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കും. ഇന്ന് വിശ്വാസികളെ നോക്ക്, മെജോറിറ്റി വിശ്വാസികളും ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന വിശ്വാസികളാണ്. ശൈശവാവസ്ഥയില അവരെ എന്ത് പറഞ്ഞാലും, ആരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. ഏത് വചനം ട്വിസ്റ്റ് ചെയ്ത് ശരിക്കും കോട്ടിക്കള പറഞ്ഞാലും അവർ വിശ്വസിക്കും. കാരണം അവർക്ക് ക്രമം അറിയത്തില്ല, വളർച്ചയില്ല. പക്ഷേ ഈ 5 വിധ ശുശ്രൂഷയിലുള്ളവർ അവരുടെ ചുമതല ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതിന് 15-ാമത്തെ വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഈ ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ വളരുമെന്ന്, ക്രിസ്തു എന്ന തലയോളം ഓരോ വിശ്വാസിയും വളരും. സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ദൈവികമായ വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൽ വളരേണ്ടുന്നവരാണ് നാം. അപ്പം ഇത് തന്നെ കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലുണ്ട്. 19, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. തലയായ ക്രിസ്തുവിൽ നിന്ന് യഥാർത്ഥത്തിൽ 5 വിധ ശുശ്രൂഷയിലുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ, ഈ ശുശ്രൂഷയിൽ പുകഴുവാനായി ഒന്നുമില്ല. ദൈവത്തിന്റെ ദാനമാണ് ഈ ശുശ്രൂഷ. ഇവിടെ എന്തോ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാവും. തല ക്രിസ്തുവാണ്. തലയിൽ നിന്ന് വരുന്ന ചൈതന്യം ഞാൻ എന്നിൽ കൂടി പാസ് ചെയ്ത് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് കൊടുത്താൽ മതി. എനിക്കിവിടെ റോളൊന്നുമില്ലെന്ന്. അത് ഞാൻ വിശദീകരിക്കും എങ്ങനെയാണെന്ന്. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും, ലിഗമെന്റ്സ് ആൻഡ് ജോയിന്റ്സ് എന്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ലിഗമെന്റ്സ് ആൻഡ് ജോയിന്റ്സ്. അപ്പൊ ജോയിന്റ്സ് ആൻഡ് ലിഗമെന്റ്സ്. അപ്പം നമ്മുടെ നമ്മുടെ തലയിൽ നിന്നാണ് മറ്റ് അവയവങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം പോകുന്നത്. ഈ ഒരു ജോയിന്റിനെ, ഇപ്പം കൈമുട്ടിനൊരു ഇതൊരു ജോയിന്റാ. ഈ ജോയിന്റിനെ നിലനിർത്തുന്നതാണ് ലിഗമെന്റ്. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ നാര് പോലുള്ള, എലാസ്റ്റിക് പോലെ ഇരിക്കുന്ന നാരുകളാണ്. ഈ ജോയിന്റിനെ നിലനിർത്തുന്നതാണ്, പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം ലിഗമെന്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെന്റ് ആണ് ജോയിന്റിനെ നിലനിർത്തുന്നത്. അപ്പൊ ജോയിന്റും ലിഗമെന്റും, ഞാനതിനെ ഇങ്ങനെ പറയും, 5 വിധ ശുശ്രൂഷയിലുള്ളവരാണ് ഈ ജോയിന്റ്സ് ആൻഡ് ലിഗമെന്റ്സ്. തലയായവനിൽ നിന്ന് ചൈതന്യം വരുന്നു. അത് ഈ ജോയിന്റ് വഴി, ലിഗമെന്റ് വഴി ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപരിക്കുന്നു, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപരിക്കുന്നു. മനസ്സിലായോ? ചൈതന്യം തലേന്നാ വരുന്നത്. ആ തലയായ ക്രിസ്തുവിൽ നിന്നും വരുന്ന ചൈതന്യം ഈ 5 വിധ ശുശ്രൂഷയിലുള്ളവർ സൗജന്യമായി സ്വീകരിച്ച് സൗജന്യമായി സഭയിലുള്ള എല്ലാവർക്കും, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമ ശുശ്രൂഷ. അത്രയേ ഉള്ളൂ. ഈ ശുശ്രൂഷയിലുള്ളവർ പുകഴാനൊന്നും ഒരു കാരണവശാലും പുകഴാൻ പാടില്ല. കാരണം അതല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കും. ഞാൻ ഇങ്ങനെ പറയും, കിട്ടിയാലും കൊള്ളാം കിട്ടിയില്ലേലും കൊള്ളാം എന്നൊരു ആത്മാർത്ഥമായ ആറ്റിറ്റ്യൂഡിലായിരിക്കണം പുതിയ ശുശ്രൂഷകന്മാർ, പുതിയ നിയമ ശുശ്രൂഷകന്മാർ. തീർച്ചയായിട്ടും സുവിശേഷ വേല ചെയ്യുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. പക്ഷെ ഒരിക്കലും ഇത് ഡിമാൻഡ് ചെയ്യുകയോ ഇത്ര എനിക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുകയോ ചെയ്യാൻ പാടില്ല. കിട്ടിയാലും കൊള്ളാം കിട്ടിയില്ലേലും കൊള്ളാം. അതായിരിക്കണം ഒരു പുതിയ നിയമ ശുശ്രൂഷന്റെ നിലപാട്, ആറ്റിറ്റ്യൂഡ്. അല്ല, അതുകൊണ്ടല്ലേ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ലെന്നാ പൗലോസ് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നത് വളരുമാറാക്കുന്നവൻ ആരാ?
ദൈവമാണ്. പക്ഷെ ചോദ്യം, വളരുന്നുണ്ടോ? ദൈവമാണ്. വളരുന്നുണ്ടോ? ദൈവത്താലുള്ള, അത് തന്നെ ഇവിടെ നമ്മൾ വായിച്ച ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. കൊലോസ്യർ 2:19. അങ്ങനെ ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്ന വളരുന്ന എത്ര വിശ്വാസികളുണ്ടെന്ന് സഭയിൽ? 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷം കഴിഞ്ഞ്. നല്ല ഉദാഹരണം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ ഒരു സഭയുടെ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ 2 വിശ്വാസി, എനിക്ക് പരിചയമുള്ളവരാ 2 പേരും. ഒരാൾ 30 വർഷമായി, അന്ന് 30 വർഷമായി വിശ്വാസത്തിലാണ്. ഒരാൾ ഒരു 10-25 വർഷമായി. എന്നെക്കാൾ 2 പേരും സീനിയറാ. ഞാനും ഇവർ 2 പേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ സഭയിലുള്ള വേറൊരു വിശ്വാസി ഒരു സെഡാൻ കാറില്, ഇച്ചിരി വലിപ്പമുള്ള ഒരു കാറില് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ആ സഹോദരനെ അറിയാം. അപ്പൊ ഇതിലൊരാൾ പറയുകയാണ്, ഇവരെന്തിനാ ഇത്രയും വലിയ കാറെന്ന്. അപ്പം അടുത്തിരിക്കുന്ന പറയും, ശരിയാ, ഇവരെന്തിനാ ഇത്രയും വലിയ കാറെന്ന്, ഇവരൊരു ചെറിയ കാർ പോരായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എടാ അവൻ ഏത് കാറിൽ വന്നാലും ഇവന്മാർക്ക് എന്തോ വേണം. ഇത് അസൂയാണിത്. ഒരുത്തൻ 20 വർഷം, ഒരുത്തൻ 20-30 വർഷം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ഈ 2 സഹോദരന്മാരെന്ന് പറയുകയാണ് വേറൊരു സഹോദരന്റെ വളർച്ചയിൽ അസൂയ. ശൈശവാവസ്ഥയാ. 30 വർഷമായി 20 വർഷമായി വല്ല കാര്യമുണ്ടോ? എന്റെ ഉള്ളിൽ അന്നേരം വന്ന ചിന്ത ഇതാ, ആ സഹോദരൻ ഏത് കാറിൽ വന്നാലും ഇവർക്ക് എന്ത് വേണം? ഇവരെന്തിനാ ഇവരെ വലിയ കാറാണോ ചെറിയ കാറാണോ ഇവരെ അന്വേഷിക്കുന്നത്? ഇതിന്റെ പേരാണ് അസൂയ. അസൂയില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല, ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല അസൂയയില്ലെന്ന്. പക്ഷേ അതിന്റെ അളവ് കുറഞ്ഞു വരണം. എങ്ങനെ കുറയും? ഇതൊക്കെ വലിയ പ്രയാസമാകട്ടോ. ഇതൊക്കെ വലിയ പ്രയാസമായി. ഈ വചനം നമ്മളെ ചെത്തി വെടിപ്പാക്കാതെ, നമ്മള് മറ്റ് ആരോടും പറയാത്ത, ഞാൻ മാത്രം അറിയുന്നൊരു ഞാനുണ്ടല്ലോ, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഞാൻ, ആ എന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ വചനം ശക്തമായി നമ്മളെ ആഘാതമേൽപ്പിക്കണം. നിരന്തരം ആഘാതമേൽപ്പിക്കണം. അതെത്ര വിശ്വാസികളിൽ നടക്കുന്നുണ്ട്? പ്രവാചകന്റെ ദൂത് കേട്ട് നടക്കുന്നവർക്ക് ഇങ്ങനെ വല്ലതും ചിന്തിക്കണോ? ചിന്തിക്കണ്ട, അവൻ എന്നും ദൂത് കേട്ടാ മതി. പക്ഷേ യഥാർത്ഥ വിശ്വാസ ജീവിതം ഈ വചനത്താൽ ചെത്തി വെടിപ്പാക്കി ആ പരിജ്ഞാനം പ്രാപിച്ച് ആ പരിജ്ഞാനത്തിന്റെ വാസന, നറുമണം മറ്റുള്ളവരിലേക്ക് പരത്തിക്കൊണ്ടാവും ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടുതൽ സഭയുടെ സ്ഥിതി ആലോചിച്ച് നോക്കുകയും, ആ സഭ ദേശത്തിന്റെ വിളക്കായിരിക്കും. ആ സഭ ആ ദേശത്തിന്റെ വിളക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കാണണം. വളരെ ഗൗരവമായിട്ട്. ഇല്ലെങ്കിൽ കണക്ക് പറയേണ്ടി വരും. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന ഭാഷയിൽ തിരുത്തപ്പെടാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇത് ഗ്രഹിക്കാനാണ്, ഈ വചനപ്രകാരം ജീവിക്കാനാണ്, ഈ വചനത്തിൽ ജീവിക്കാനാണ്, ക്രിസ്തുവിൽ ജീവിക്കാനാണ്. നമുക്കിത് കഴിയില്ലെങ്കിൽ പരിപാടി അവസാനിപ്പിക്കുക. ഇവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചുപോയി സുഖമായി ആസ്വദിച്ചങ്ങ് ജീവിക്കുക. ആരും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. ആസ്വദിച്ചങ്ങ് ജീവിക്കുക. അവിടെ പോയി ഒരു ക്ഷമ പറയണമെന്നുള്ളൂ കേട്ടോ. അവരൊരു ക്ഷമയൊക്കെ പറയിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അവര് പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കും. ഇഷ്ടംപോലെ അവസരങ്ങളും തരും. സുഖജീവിതമാ. പിന്നെ ഇവിടെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പുതിയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ ദൈവം ചോദിക്കും. വളരെ ഗൗരവമായ വിശ്വാസ ജീവിതത്തെ കാണാൻ കൊലോസ്യർ 2:18 ഒന്ന് വായിച്ചേ. കൊലോസ്യർ 2:18. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചാൽ ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഒരാൾ വായിച്ചാട്ടെ. ഒരാൾ കൊലോസ്യർ 2:18 ഒന്ന് വായിച്ചേ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. സ്തോത്രം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് പിന്നെന്താ പറയുന്നത്? സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തലയായവനെ തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഇത് ആരെ കുറിച്ചായി പറയുന്നത്? ഒരിക്കലെങ്കിലും ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴ്മയിലും, അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്, താഴ്മ ഭാവിക്കുന്നതിലും ദൂതന്മാരെ ആരാധിക്കുന്നതിന് രസിച്ച്. യഥാർത്ഥ താഴ്മയുണ്ട്. താഴ്മ നമുക്ക് ഭാവിക്കാനും പറ്റും. ഇന്ന് പല വിശ്വാസികളും താഴ്മ ഭാവിച്ചാ ജീവിക്കുന്നു. പറഞ്ഞാൽ ആക്റ്റീവാ. ഞാൻ വലിയ താഴ്മയുള്ളവനാണെന്ന് ആക്ട് ചെയ്ത് ജീവിക്കാൻ പലരും മിടുക്കന്മാരാ. അത്
ദൈവസന്നിധിയിൽ വില പോകത്തില്ല. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് ഈ ദൂതന്മാരെ ആരാധിക്കുന്നത്? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ, അയാളുടെ ശുശ്രൂഷ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു നേരത്തെ. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഇവൻ എന്ത് ശുശ്രൂഷ, പുള്ളി ഇങ്ങനെ പാസ്പോർട്ട് നമ്പർ വിളിച്ചു പറയും, കാറിന്റെ നമ്പർ വിളിച്ചു പറയും, പിന്നെ വീട്ടിലെ സോഫയുടെ കളർ പറയും. അപ്പൊ ഇവിടെ എല്ലാം ഇദ്ദേഹം പറയുന്നത് ഇതാണ്: ഞാനൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ദൂതൻ എന്റെ കൂടെ വരുന്നു, ദൂതൻ കാണിച്ചു തരുന്നു, ദൂതൻ കാണിച്ചു തരുന്നു എന്നാ. ഇത് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, യഥാർത്ഥമായി വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിന്റെ സംരക്ഷണത്തിന് ദൂതന്മാരുണ്ട്. ദൈവം നിയോഗിക്കുന്ന ദൂതന്മാരുണ്ട് യഥാർത്ഥമായി വീണ്ടും ജനിച്ചവർക്ക്. പക്ഷെ ഒരുവന്റെ ആത്മീയ ശുശ്രൂഷയിൽ അവനെ സഹായിക്കേണ്ടത് ദൂതന്മാരല്ല, പിന്നെ ആരാണ്? പരിശുദ്ധാത്മാവാണ്. വളരെ റെയർ ഒക്കേഷനിൽ, 2 ഒക്കേഷനിൽ ദൂതന്മാർ അപ്പോസ്തലന്മാരെ സഹായിച്ചതായിട്ട് നമുക്ക് കാണാം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൂതനാണ് ചെന്ന് തട്ടി ഉണർത്തി പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ പൗലോസിന്റെ കപ്പൽ ഛേദത്തിൽ ദൂതനാണ് അവിടെ ചെന്ന് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നത്. ഈ 2 ഒക്കേഷൻ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സമയങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തത്. അപ്പം ഇവൻ ഈ പറയുന്ന ദൂതൻ എന്നുള്ളത് ശരിയാ, പക്ഷെ ഈ ദൂതൻ മറ്റവനാ. ഈ വചനത്തിന് വിരുദ്ധമായാണ് അവൻ ഈ പ്രവചിക്കുന്ന മുഴുവൻ. പാസ്പോർട്ട് നമ്പർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ വർധന ഉണ്ടാകുമോ? അതാണോ പ്രബോധനം? അപ്പൊ ഈ ദൂതൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് നമ്മൾ ഈ ആരെ ശുശ്രൂഷിച്ചാലും പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ക്രമം അറിയാമെങ്കിൽ ക്രമത്തിന് വിരുദ്ധമായി പറയുന്നവരോട് ചോദ്യം ചെയ്യണം. അവരെ ചോദ്യം ചെയ്യും. ഇപ്പം പ്രവാചകന്മാർ വന്ന് പഴയ നിയമ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചിച്ച ഭൗതിക നന്മകൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കണം, പുതിയ നിയമത്തിന്റെ ക്രമം, പുതിയ നിയമത്തിന്റെ ഓർഡർ പുതിയ നിയമത്തിലാണുള്ളത്. ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിനെ ഇങ്ങനെ പ്രവചിക്കുന്നത്? പുതിയ നിയമത്തിൽ ഒരു വാക്യം പറയണം. അവര് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചു പോകും അവര്. പുതിയ നിയമത്തിൽ ഇങ്ങനെ വാക്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇവർ ഈ പഴയ നിയമത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പ്രവചിക്കുന്നത്. നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഇതെല്ലാം കേട്ട് സ്വത്രം പറഞ്ഞെങ്കിൽ പോവാ. താഴ്മ ഭാവിക്കുന്നവരും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുന്നു. ഇന്ന് മിക്കവാറും ഈ പ്രവാചകന്മാരെല്ലാം പറയുന്നത് സ്വന്തം ദർശനമാ, ചുമ്മാതെ തോന്നുന്ന കാര്യങ്ങളാ. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ അവിടെ ഒരു വിശ്വാസി, ഇച്ചിരി ആത്മീയ വളർച്ചയുള്ള ഒരു വിശ്വാസി എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, പിന്നെ ഈ പ്രവാചകന്മാരുണ്ടല്ലോ, ഇവര് ഭയങ്കര മിടുക്കന്മാരാ. അവര് നമ്മുടെ മുഖം നോക്കി നമ്മുടെ അവസ്ഥ അവർ വായിച്ചെടുക്കും. മുഖം നോക്കി. പണ്ടൊരു പ്രവാചകന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴല്ല, ഞാൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഈ പ്രവാചകൻ അന്ന് എന്നോട് ഞാൻ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം, വേറെ ആരോടും പറയാത്തൊരു കാര്യം പുള്ളി എന്നോട് ദൂത് പറഞ്ഞു. എനിക്ക് അങ്ങനെ വിശ്വാസമായത്. പിന്നെ എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇയാള് സ്വന്തം ഭാര്യ അടിക്കുന്നവനായിരുന്നു. ആ സഹോദരിയെ ഡിവോഴ്സ് ചെയ്ത അയാള്, ലീഗലി ഡിവോഴ്സ് ചെയ്ത് വേറൊരു സ്ത്രീയെ കെട്ടി ഇന്നും പ്രവചന ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അയാള്. ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഈ ആദ്യത്തെ ഭാര്യയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, സഹോദരി, ഇത്ര കൃത്യമായിട്ട്, ഞാനന്ന് ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല, ഞാൻ ഈ പ്രവാചകന്മാരെയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരി, ഇത്ര കൃത്യമായിട്ട് ഇയാൾ അങ്ങനെ പ്രവചിക്കുന്നേൻ? ഈ പ്രവാചകന്റെ ഭാര്യ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ബ്രദറെ, അത് അയാൾ മോഹലക്ഷണം പഠിച്ചതാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കൂടെ കിടക്കുന്നവനെ രാപ്പറി. സ്വന്തം ഭാര്യ എന്നോട് പറഞ്ഞത് മോഹലക്ഷണം പഠിച്ചതാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, സ്വന്തം ദർശനങ്ങൾ ചുമ്മാ മനസ്സിൽ തോന്നുന്നു. ഇന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ഒരുമാതിരിപ്പെട്ട പ്രവാചകന്മാർക്കെല്ലാം അവർ ഈ മുഖം കാണുമ്പോഴേ അവർക്ക് മ്ലാനമായിട്ടൊക്കെ ഇരിക്കുകയാണോ? പ്രത്യേകിച്ച് സഹോദരിമാരങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവൻ അടുത്ത ദൂത് ഉടനെ ആ സഹോദരിക്കാർക്കും കൊടുക്കുന്നേ. ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒക്കുകയും ചെയ്യും, ഏതെങ്കിലുമൊക്കെ ശരിയാകുകയും ചെയ്യും, അല്ലെങ്കിൽ ശരിയോട് അടുത്തു വരും. അപ്പൊ നമുക്ക് വിശ്വാസം കൂടും. അപ്പം അവിടെ എല്ലാം ആത്മീയ വർധന ഉണ്ടാകുന്ന പ്രവചനമാണോ ഇവൻ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും. ശുശ്രൂഷകന്മാരെ പിന്നെ ഇവര് ജഡ മനസ്സിനാൽ ചീർത്തവരാണോ എന്നറിയാൻ നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. അവരെ ഇടയ്ക്ക് പിന്നെ അവർ ചെയ്യുന്ന ശുശ്രൂഷയെ കുറിച്ച് അവരോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിക്കുകയും അവർ വചനവിരുദ്ധമായ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യുക.
യഥാർത്ഥ താഴ്മയുള്ളവനാണെങ്കിൽ, യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിൽ, അയ്യോ പ്ലീസ് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്നോട് പറഞ്ഞ നന്നായി കേട്ടോ, അങ്ങനെ പറയുന്നുള്ളതായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും തിരുത്താമെന്ന് പറയുന്ന ആളായിരിക്കും. കള്ള ശുശ്രൂഷകനാണെങ്കിൽ അവൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. തിരിച്ച് നമ്മളെ ശാസിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ശുശ്രൂഷകന്മാരോട് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. അതിന് തെളിവാണ് വെളിപ്പാട് പുസ്തകം 2:2. അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. കൊള്ളരുതാത്തവരെ അവർ സഹിച്ചില്ല, എല്ലാവരുടെ ശുശ്രൂഷകരെ അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന്. ആത്മീയ കൊള്ളരുതായ്മ കാണിക്കുന്നവരെ അവർ തിരിച്ചറിഞ്ഞു. അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നവരെ അവർ വിവേചിച്ചു, അവർ എക്സാമിൻ ചെയ്തു. അന്നേരം അവർക്ക് മനസ്സിലായി കള്ളന്മാരാണ്. അപ്പൊ ശുശ്രൂഷകന്മാരെ വിവേചിക്കാൻ, എക്സാമിൻ ചെയ്യാനുള്ള അവകാശം ഓരോ വിശ്വാസിക്കും ഉണ്ട്. എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും അവരെ വിവേചിക്കണം. ഓരോ വലിയ വിശ്വാസികൾ അത് ചെയ്തു, അതുകൊണ്ട് അവർ ഉത്തമന്മാരാണെന്ന് വചനം എഴുതിയിരിക്കുന്നത്. ഇന്നും ഇതൊക്കെ സഭയിൽ നടക്കണം. അപ്പം ഈ യഥാർത്ഥ താഴ്മയുണ്ടോ എന്ന് അറിയാൻ, എന്തെങ്കിലും വചനവിരുദ്ധമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോയി പറഞ്ഞു, വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ തന്നെ പറയണം. അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാതെ നമ്മളടുത്ത് തട്ടിക്കീറുന്നതാണെങ്കിൽ സൂക്ഷിച്ചോണം. അത് സൂത്രവാദ, അല്ലെങ്കിൽ അത് താഴ്മയില്ലാത്തൊരു വ്യക്തിയാ. അതിന് പകരം ഞാൻ സൗര അത് ചൂണ്ടിക്കാണിച്ചൊരു ഒത്തിരി നന്ദി, തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കാം എന്ന് പറയുന്നവരാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ. കാരണം ഏത് മനുഷ്യനും തെറ്റുപറ്റാം. അത് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുന്ന വചനം ഒരു വാക്ക് പോലും തെറ്റത്തില്ല. ഒരു വാക്ക് പോലും വചനവിരുദ്ധമായി പറയാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അനുവദിക്കത്തില്ല. അതാണ് യഥാർത്ഥ പുതിയ നിയമ ശുശ്രൂഷ. ആ തലത്തിൽ ശുശ്രൂഷിക്കുന്നവരായി ശുശ്രൂഷകന്മാർ മാറിയാൽ സമുദായ സഭകളിലെ വൈദികരും നമ്മുടെ ശുശ്രൂഷകന്മാരും തമ്മിലുള്ള വ്യത്യാസം സമൂഹം അറിയും. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്ന, തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ബിരുദ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാത്തവരാണെന്ന് ബഹുഭൂരിപക്ഷം ശുശ്രൂഷകന്മാരും. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ പ്രശസ്തിക്ക് വേണ്ടി, അവരുടെ പ്രസിദ്ധിക്ക് വേണ്ടി അവരെന്ത് ചെയ്യും. തലയെ മുറുകെ പിടിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പ്രശസ്തി ആഗ്രഹിക്കത്തില്ല, എന്റെ ഭൗതിക വളർച്ച, അതായത് ശുശ്രൂഷയിൽ കൂടി ഞാൻ ധനം സമ്പാദിച്ച് എനിക്ക് വലിയ ആളാകണമെന്നുള്ള ചിന്ത എനിക്ക് വരത്തില്ല. തലയെ മുറുകെ പിടിച്ചാൽ അങ്ങനെ ആയിപ്പോവും. തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ ഞാൻ അന്നേരം ആ തലയായ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു കൊണ്ട് ക്രിസ്തുവിനെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എല്ലാം ഞാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ, അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ കുറഞ്ഞു ഞാനങ്ങ് മരിക്കണം. ഞാൻ മരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുന്നവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. ഞാൻ മരിച്ചാൽ മാത്രമേ ക്രിസ്തു ഉയർത്തപ്പെടുകയുള്ളൂ എന്റെ ശുശ്രൂഷയിൽ കൂടി. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന ഇപ്പൊ 17 പേര്, ഞാൻ ഉൾപ്പെടെ 17 പേരുണ്ട്, 16 പേരുണ്ട്. ഈ 16 പേരും എല്ലാം ഡബിളാ. ഓക്കെ, അപ്പൊ 10-30 പേര് എന്തായാലും ഉണ്ട്. ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ദയവായി നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം എഴുതിയെടുത്തു എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ പരസ്പരം ഈ വാക്യങ്ങളെല്ലാം വെച്ചൊന്ന് ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിക്കേ. ഈ ദിവസം ഇപ്പൊ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും അവധിയല്ലേ. ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞെല്ലാം ശരിയാണോ, അങ്ങനെ തന്നെയാണോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ നോക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ആത്മീയ വർധന വരാൻ അത് ഉപകരിക്കും. അങ്ങനെ ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തണം. ഈ പറഞ്ഞെല്ലാം ശരി, നമ്മളിന്ന് കേട്ടതെല്ലാം ശരിയാണോ? ശരിയല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ പാസ്റ്ററോട് പോയി നിങ്ങൾ ചോദിക്കണം, പാസ്റ്ററെ ഇന്നലെ വന്ന ആള് ശുശ്രൂഷ ചെയ്തതെല്ലാം ശരിയാണോ പാസ്റ്ററെ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറയാം, പാസ്റ്ററും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. പാസ്റ്റർ അന്നേരം തിരിച്ചറിഞ്ഞ എന്താ അറിയാമോ? ഓഹോ, അപ്പൊ വിശ്വാസികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം എല്ലാരെയും വിളിക്കാൻ പാസ്റ്ററിന് തോന്നത്തില്ല. മനസ്സിലായോ? അപ്പൊ പാസ്റ്ററിന് ഒരു ചെക്ക് പോയിന്റ് അത്. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ആരെന്ത് പറഞ്ഞാലും എല്ലാത്തിനും ആമേൻ പറയും.
അപ്പൊ പാസ്റ്റർ എന്താ വിചാരം? ആര് വന്ന് എന്ത് പറഞ്ഞാലും വിശ്വാസികൾക്ക് ഒരു പ്രശ്നമേ അല്ല. ആ തലമൊക്കെ മാറണം. ആ തലമൊക്കെ മാറണം. ദൈവികമായ വളർച്ച പ്രാപിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന് ഞാൻ അവിടെ വന്നപ്പോൾ ചോദിച്ചായിരുന്നു. നമ്മൾ ആദ്യം പറയേണ്ടത് ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെന്നാണ് പറയണ്ടേ. പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാണ് ബാക്കി പദവികളെല്ലാം. പുതിയ സൃഷ്ടി ആകുന്നവർക്ക് മാത്രമേ ബാക്കി പദവികൾ ഉള്ളൂ. അല്ലാത്തവർക്കൊന്നും ബാക്കി പദവികളില്ല. മക്കളാകത്തില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8:14 എന്ന് വായിച്ചാട്ടോ. റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കേട്ടോ, ദൈവാത്മാവ് നടത്തുന്നവരാ ദൈവത്തിന്റെ മക്കൾ. അല്ലാത്തവരും ദൈവത്തിന്റെ മക്കളല്ല. നമ്മുടെ തോന്നലായതല്ല. ദൈവാത്മാവിനാണോ നടത്തപ്പെടുന്നത്? എല്ലാ ദിവസവും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലാണോ ജീവിക്കുന്നത്? ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, കാരണം ഒരു ജഡമുള്ളത് കൊണ്ട്. പക്ഷേ ആ ചെറിയ വീഴ്ചകളിൽ പോലും മനം നൊന്ത് നിലവിളിച്ച് ആ ഒരു വലിയ പ്രയാസം തോന്നി, കർത്താവേ ഇനി അത് ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപം അങ്ങനെ പശ്ചാത്തപിച്ച് വചനത്തിലേക്ക് മടങ്ങി വരുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. സ്തോത്രം. അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവരാ ദൈവത്തിന്റെ മക്കള്. സ്തോത്രം. അപ്പം ഈ കൊലോസ്യർ 2-ാം അധ്യായത്തിലേക്ക് പോകാം. കൊലോസ്യർ 2. അപ്പൊ ക്രിസ്തുവിൽ ഞാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പുതിയ സൃഷ്ടിയാന്ന് പറയണം. ഇനി ഞാൻ അവിടെ ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കാം. ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? ക്രിസ്തു നിങ്ങൾക്ക് ആരാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ന് പറയും? ഷാജി പാസ്റ്റർ പറയില്ലേ ഇപ്പം, ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? മറ്റുള്ളവരും ചിന്തിച്ചേ. ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? ക്രിസ്തുവിനെ നിങ്ങൾ ആരായിട്ടാണ് കണ്ടിരിക്കുന്നത്? പറഞ്ഞാട്ടെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാട്ടെ. ക്രിസ്തു സഭയുടെ മണവാളനല്ലേ? ക്രിസ്തു സഭയുടെ മണവാളനാണ്. പക്ഷെ ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? മണവാളനാണ്. ശരിയാണ്, മണവാളനാണ്. വേറെ കർത്തൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന ആൾ. കർത്തൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. ശരിയാണ്. ഇനി പറഞ്ഞാട്ടെ, മറ്റുള്ളവർ പറഞ്ഞേ. അത് രണ്ടും ശരിയാണ്. ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരെല്ലാം ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? എല്ലാരും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. വിനയൻ കോശി, ജോബിൻ, ജമീമ, ഒലിവർ, അജിത്, സജിമോൻ, ജയം, തോമസ് എബ്രഹാം, BTH, റെഡ്മി നോട്ട് 8, എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾ ക്രിസ്തുവിനെ ആരായിട്ടാ കാണുന്നത്? ക്രിസ്തു ആരാണെന്നാ നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയും പേരും ക്യാമറ ഓൺ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം അവരിത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്നാ. ക്രിസ്തുവിനെ നിങ്ങൾ ആരായിട്ടാ മനസ്സിലാക്കിയിരിക്കുന്നത്? പെട്ടെന്ന് പറ. ആർക്കൊന്നും പറയാനില്ലേ? മഹത്വത്തിന്റെ പ്രത്യാശ. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാണ് ക്രിസ്തു. അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനിയും ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? ക്രിസ്തു ദൈവ മർമ്മമാണെന്ന് എത്ര പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ക്രിസ്തു ദൈവ മർമ്മമാണെന്ന്. അതാണ് കൊലോസ്യർ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇത് വായിച്ചാട്ടായിരുന്നു. ക്രിസ്തു ദൈവ മർമ്മമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ മതി. ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം. ഇത് ഈ പഴയ മലയാളം ട്രാൻസ്ലേഷൻ അല്പം ബുദ്ധിമുട്ടാണ് ചില വാക്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ ലേഖനങ്ങളില് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ അല്പം ബുദ്ധിമുട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ.
അപ്പൊ ബൈബിൾ സൊസൈറ്റി തന്നെ ഒരു നൂതന പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, കണ്ടംപററി വേർഷൻ. ഞാൻ ഈ ഷാജി പാസിനകത്ത് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കാം. നിങ്ങൾ എല്ലാവരും പുള്ളിയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. അത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യണം. ഈ മലയാളം വായിക്കുന്നതോടൊപ്പം അതോടൊന്ന് വായിക്കുക. വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ അത്. അതിന്റെ ഹാർഡ് കോപ്പി എന്റെ അടുത്തുണ്ട്. ബൈബിൾ സൊസൈറ്റി തന്നെ ഇറക്കിയിരിക്കുന്ന കേട്ടോ. ഞാൻ അതിൽ ഈ കൊലോസ്യലേഖനം 2-ാം 1-2 വാക്യങ്ങളിൽ നിന്ന് വായിക്കാം. നിങ്ങൾക്കും ലവുദിക്കയിലുള്ളവർക്കും എന്നെ അഭിമുഖമായി കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്രയധികം പോരാടുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. സർവജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും നിധികൾ മറഞ്ഞിരിക്കുന്ന ദൈവ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയേണ്ടതിന് പരിജ്ഞാനത്തിന്റെ പൂർണ്ണ നിശ്ചയം സമൃദ്ധിയായി ലഭിക്കാൻ അവർ ഹൃദയത്തിൽ ഉത്സാഹമുള്ളവരും സ്നേഹത്തിൽ ഏകീഭവിച്ചവരുമാകണം എന്നാണ് ഞാൻ അഭിലഷിക്കുന്നത്. സർവജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും നിധികൾ മറഞ്ഞിരിക്കുന്ന ദൈവമർമ്മമായ അല്ലെങ്കിൽ ദൈവരഹസ്യമായ ക്രിസ്തു. ഒന്ന് ചിന്തിക്കാമോ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ആരാണെന്ന്? സർവജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും നിധികൾ മറഞ്ഞിരിക്കുന്ന ദൈവമർമ്മമായ ക്രിസ്തു. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോഴാണ് തന്നെ കൈയുയർത്തി സ്തോത്രം പറയേണ്ടത്. ഇതൊക്കെ പറയുമ്പോഴാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ദൈവരഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയേണ്ടതിന്. അവരറിയണമെങ്കിൽ കണ്ടീഷൻ പറയുന്നുണ്ട്, പരിജ്ഞാനത്തിന്റെ പൂർണ്ണ നിശ്ചയം സമൃദ്ധിയായി ലഭിക്കാൻ. അപ്പം ദൈവരഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയണം. പരിജ്ഞാനത്തിന്റെ പൂർണ്ണ നിശ്ചയം സമൃദ്ധിയായി ലഭിക്കാൻ കണ്ടീഷൻ പറയുന്നു, അവർ ഹൃദയത്തിൽ ഉത്സാഹമുള്ളവരാകണം, സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഒരു സഭയിലുള്ളവർ അവരവർ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ അതിനുവേണ്ടി വാഞ്ചിക്കണം, ഉത്സാഹമുള്ളവരാകണം, സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഒരു സഭയിലുള്ളവർ ഐക്യതയോടെ നിന്നു കഴിഞ്ഞാൽ ആ സഭയിലുള്ളവരിൽ കൂടി തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇത് പല തലങ്ങളിൽ ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും, പല അവസരങ്ങളിലായി ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് സഭ. ഇതാണ് സഭ. ഇന്ന് എത്ര സഭകൾ ഇത് നടക്കുന്നുണ്ട്? നമ്മൾ നേരത്തെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 2:20 നമ്മൾ വായിച്ചായിരുന്നു. 2:20, അതായത് ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കും. 21-22 അവനിൽ ക്രിസ്തുവിൽ, അതായത് ക്രിസ്തുവിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല, സഭയാകുന്ന കെട്ടിടം അവനിൽ യുക്തമായി ചേരണം. ഇവിടെ പറയുന്നു സ്നേഹത്തിൽ ഏകീഭവിക്കണം. ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് സഭ നടത്തപ്പെടുന്നതെങ്കിൽ അവിടെ സ്നേഹവും ഐക്യതയെല്ലാം ഉണ്ടാകും. ഓരോ വിശ്വാസികൾ തമ്മിൽ യുക്തമായി ചേരും. യുക്തമായി ചേരുമ്പോഴാണ് കർത്താവിൽ വിശുദ്ധ മന്ദിരമായ ഒരു സഭ വളരുന്നത്. ഒരു സഭയുടെ നടത്തിപ്പ് എങ്ങനെ ആയിരിക്കണം, സഭ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത വാക്യം, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഒന്നിച്ച് പണിത് കഴിഞ്ഞു എന്നല്ല, ഒന്നിച്ച് പണിത് വരുന്നു. അവനിൽ ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ദൈവം വസിക്കുന്ന ആലയങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയും ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. എന്നിട്ട് അങ്ങനെ വെളിപ്പെടുമ്പോൾ ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ഞാൻ ഇങ്ങനെ പറയും, ഒരു വിശ്വാസി ഒറ്റയ്ക്ക് വളരണം, ഒരുമിച്ചും വളരണം. ഒരുമിച്ച് വളർച്ച എത്ര സഭകളിൽ നടക്കുന്നുണ്ട്? പ്രവാചകന്മാർ വന്ന് കള്ളപ്രവചനം പറഞ്ഞാൽ, കുറെ ഭൗതിക ദൂതും നന്മയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സഭ പിന്നെ ക്രിസ്തുവിൽ ഒരുമിച്ച് വളരുവോ? ഒന്നുമില്ല. സ്വാർത്ഥന്മാരായിട്ട് മാറും, ജഡീകന്മാരായിട്ട് മാറും. ഇന്നൊരു യാഥാർത്ഥ്യം, എന്നോടാരും പണം കരുതിയ ഒരു യാഥാർത്ഥ്യമാണ്, ഇന്ന് പല പെന്തക്കോസ്ത് സഭകളും ജഡീകന്മാരുടെ കൂട്ടങ്ങളാണ്. വെറും ജഡീകന്മാരല്ല, തികഞ്ഞ ജഡീകന്മാരുടെ കൂട്ടങ്ങളാ. ഞാൻ ഈ സഭയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 സഭയിൽ ഞാൻ പോയി. ഞാൻ മിക്കവാറും എല്ലാ സഭയിലും കണ്ടത്, ഞാൻ ഈ പറഞ്ഞ വചനവുമായി, ഞാൻ വലിയ ആളാന്ന് ഞാൻ പറയാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ഈ പറഞ്ഞ പുതിയ നിയമ യാഥാർത്ഥ്യങ്ങളുമായി ഈ കേട്ടവരിൽ ബഹുഭൂരിപക്ഷത്തിന് ഒരു ബന്ധവുമില്ല. അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോകാനല്ല ദൈവം സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി മുതലെങ്കിലും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും വിശ്വാസ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഇനി മുതലെങ്കിലും
ഈ ഞായറാഴ്ച വരെയുള്ള സമയം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കണം. 1 മണിക്കൂർ. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ വേറെ സമയം എടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ലേഖനങ്ങളൊക്കെ നിങ്ങൾ ധ്യാനിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നെത്തണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയമില്ലാത്തവർക്ക് ഈ ലേഖനങ്ങൾ വായിച്ച് മനസ്സിലാവത്തില്ല. പക്ഷെ ഈ 4-5 ദിവസം കൊണ്ട് നിരന്തരം ലേഖനങ്ങൾ മാത്രം വായിച്ച്, ഈ കൊലോസ് ലേഖനം തന്നെ ആകെ 4 അധ്യായമേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിക്കേ. കൊലോസ് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. കൊലോസ്യർ 1-ാം അധ്യായം 15 മുതൽ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനും ആകുന്നു. അടുത്ത 2 വാക്യങ്ങളിലൂടെ. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇതാരെ കുറിച്ചായി പറയുന്നത്? അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ആരെ കുറിച്ചായി പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ച്. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ പിതാവായ ദൈവത്തിന് പിതാവിന്റെ സ്ഥാനമുണ്ട്. 3 വ്യക്തികൾ ഒരു ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവം, അല്ലെങ്കിൽ തൃത്വം എന്നുള്ളൊരു വാക്ക് ബൈബിളിൽ ഇല്ലല്ലോ. തൃത്വം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. ഈ പിന്നീട് എനിക്ക് തോന്നുന്നു 2-ാം നൂറ്റാണ്ടിന്റെയോ 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ തെർത്തുല്യനാണെന്ന് തോന്നി ഈ ട്രിനിറ്റി എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അപ്പോസ്തലന്മാർക്ക് ട്രിനിറ്റി അല്ലെങ്കിൽ തൃത്വം എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ത്രിയേക ദൈവത്തെ വെളിപ്പെട്ടു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെളിപ്പെടണ്ടേ? തീർച്ചയായിട്ടും. തൃത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു അപകടമുള്ളത്, ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ ഡിക്ഷണറി മീനിങ്, ഒരു മീനിങ് ത്രിമൂർത്തികളെന്ന. ആരൊക്കെ ത്രിമൂർത്തികള്? ത്രിമൂർത്തികളില്ല. അല്ലല്ല, ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഞാൻ പറഞ്ഞ ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ ഡിക്ഷണറി മീനിങ് ആണ്. ത്രിമൂർത്തികൾ എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ ആ വാക്ക് ഉപയോഗിക്കാതിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്ക് ഉപയോഗിക്കാതെ തന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവ് 3 വ്യക്തികളായ ഏക സത്യ ദൈവത്തെ അവർക്ക് വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കും വെളിപ്പെടണ്ടേ? ആത്മാവിൽ വെളിപ്പെടും. തൃത്വം എന്ന വാക്ക് നമ്മൾ ഒരാൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ട്രിനിറ്റി ചർച്ച് എന്ന് പെന്തക്കോസ്തുകാരെങ്കിലും പേരിടുവോ? ഇല്ല. ഹോളി ട്രിനിറ്റി എന്ന് എവിടെയെങ്കിലും പേരിടുവോ? ഇല്ല. ട്രിനിറ്റി ഒരിക്കലും ഹോളി ആകത്തില്ല. പക്ഷെ പിതാവ് പരിശുദ്ധനാണ്, പുത്രൻ പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ്. പക്ഷെ ഹോളി ട്രിനിറ്റി നമ്മൾ പേരിടത്തില്ല. അത് CSIക്കാരും മാർത്തോമാക്കാരും ഒക്കെ ഇടുന്നത്. അവർക്ക് യഥാർത്ഥത്തിന് അർത്ഥം അറിയത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അപ്പോസ്തലന്മാർ തൃത്വം എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ത്രിയേക ദൈവത്തെ അവർക്ക് വെളിപ്പെട്ടെങ്കിൽ നമുക്കും വെളിപ്പെടണം. സ്തോത്രം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ പറയാനുള്ള കാരണം, ഇവിടെ എല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തണം, പിതാവ് വെളിപ്പെടുത്തും. അതേ അവസരത്തിൽ പിതാവിനെ നമുക്ക് വെളിപ്പെടണം. പിതാവായ ദൈവം എന്ന വ്യക്തിയെ നമുക്ക് വെളിപ്പെടണം. നല്ലൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചാണ്. 17. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ
നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന മതി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. അപ്പൊ അവിടെ പറയുന്നത്, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, പിതാവായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഇതിപ്പം യേശുനാമമായി പോകുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അങ്ങനെ നമുക്ക് പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പിതാവായ ദൈവമാണ് നമുക്ക് തരുന്നത്. പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവാണ്. ഇതെല്ലാം ആത്മാവിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ദൈവമർമ്മമായ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. പിതാവിനെ നമുക്ക് വെളിപ്പെടണം. പിതാവ് പുത്രനെ വെളിപ്പെടുത്തും, പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തും. അതിനെല്ലാം വാക്യങ്ങളോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് പറഞ്ഞ് കൊലോസ് ലേഖനം 1:15 മുതൽ താഴോട്ട് വായിച്ചല്ലോ. ഇത് നിങ്ങള് ഹസ്ബൻഡും വൈഫും കൂടെ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്നൊന്ന് വായിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യണം. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? He is the image of the invisible God, the firstborn of all creation. ചിന്തിക്കണം, എന്താണിത്? കൊലോസ്യർ 2:9-10 വായിച്ചേ. കൊലോസ്യർ 2:9-10. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണ്ണ. പിന്നെ ഇപ്പൊ വായിക്കേണ്ട, ഫിലിപ്പിലെ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇതെല്ലാം വായിച്ച് ഞാൻ പറഞ്ഞ ദൈവത്തെ വെളിപ്പെടാൻ, ത്രിയേക ദൈവത്തെ വ്യക്തിപരമായി വെളിപ്പെട്ട് കിട്ടാൻ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. ഇതെല്ലാം നമ്മൾ സഭയിലും പഠിക്കണം, നമ്മൾ ഒറ്റയ്ക്കും ധ്യാനിക്കണം. അങ്ങനെ നമുക്ക് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് പുതിയ നിയമ ക്രമത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവും. ഈ വ്യക്തത പ്രാപിച്ചവന് പ്രവാചകന് ദൂത് കേൾക്കാൻ പോകത്തേയില്ല. അവനതിന്റെ ആവശ്യമില്ല. അവനതൊക്കെ കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും. പറയുന്നു ഇത്തരം കള്ളദൂത പറയുന്നവനോട് ഒരു സഹതാപം തോന്നും. എനിക്കങ്ങനെ സഹതാപം തോന്നി ഈ കള്ളപ്രവാചകന്മാരെ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ മഹത്വമേറിയ ശുശ്രൂഷ ഈ വിധത്തിൽ നീ നാനാവിധമാക്കി കളഞ്ഞല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ചെയ്യാത്തൊരു ശുശ്രൂഷ ഇവന്മാരിൽ പലരും ചെയ്യുന്നത്, ഇവരിൽ പലരും ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രവചന ശുശ്രൂഷ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ദൂത് കേൾക്കാൻ എന്നെ കേൾക്കുന്ന ഒരു മനുഷ്യനും പോകല്ലേ. ഇതെല്ലാം വചനത്തിലുണ്ട്. നമ്മുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പം ആ ബോധ്യം വരണമെങ്കിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടണം. ഈ പറഞ്ഞ വേദഭാഗങ്ങളെല്ലാം നമ്മളെ അതിന് സഹായിക്കും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും സൂമിൽ മീറ്റ് ചെയ്യാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവത്തിൽ ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളോടിരുന്ന് ഇതെല്ലാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക്, ഇപ്പൊ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ഫാമിലി പറയുന്നതിന് മുമ്പ് ചർച്ച ചെയ്യുന്ന ഒരു ശീലമാക്കി മാറ്റണം. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൽ വളരാൻ തുടങ്ങും. നിങ്ങൾ ഓരോരുത്തരും വളരാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു ഒരുമിച്ച് കൂടുന്ന ഇടമായിരിക്കണം സഭ. അവിടെ പിന്നെ ഈ പ്രവാചകന്മാരൊക്കെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു തമാശയായിട്ട് തോന്നും. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഈ പോസ്റ്റ് വേണ്ടാത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾ അങ്ങ് വളരും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ മറ്റന്നാൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരൊറ്റ കാര്യമേ പറയത്തുള്ളൂ. ഈ അറിഞ്ഞ സത്യത്തിൽ അവസാന ശ്വാസം വരെ നിൽക്കാനുള്ള കൃപ എനിക്ക് കുടുംബമായി ലഭിക്കേണ്ടതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഷാജി പാസ്റ്ററിനുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.